കടലിൽ ആരാണുള്ളത്? കടലില് മറ്റേ ആരോ ഉണ്ട്. ആര്? തേങ്ങ വയ്ക്കാൻ വന്ന ശില്പേച്ചിന്റെ ആദ്യ വീഡിയോയിലും ഉണ്ടാകുന്ന ഒരു ശില്പ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഓളെ ഭർത്താവ് നല്ല അടിപൊളിയിൽ മീനൊക്കെ പിടിക്കുന്നു പറഞ്ഞതിനെ കൊണ്ട് നമ്മളെന്താക്കാണ് നേരെ പോകട്ടോ. അന്നേരം എടുത്തൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്കൊന്നും അടിക്കാൻ മറക്കണ്ട കേട്ടോ. അന്നേരം ഞാൻ വണ്ടി മേലെ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ച് എല്ലാം മോനെ അടിപൊളി ഒരു വീടല്ലേ ഇത്, ഫോട്ടോഷോട്ടൊക്കെ എടുക്കാൻ പറ്റി കിടിലം വീടല്ലേ. ഞാൻ പറഞ്ഞു ഓ അടിപൊളി വീടാണ്, ഒരു രക്ഷയില്ല, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ എന്താക്കിക്കോ, പൈസ ഉണ്ടേ വാങ്ങിക്കോ എന്നാണ്. അപ്പം തന്നെ അല്ലേ അതിൻ്റെ ബേക്കിൽ ഒരാൾ കാണുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബത്തിലുള്ള ആരും ഒരാളുണ്ടല്ലോ. അന്നേരം പറഞ്ഞാൽ അത് പോത്തല്ലേന്ന്. അത് പറഞ്ഞാൽ അത് തന്നെ പോത്തേനെ കൊണ്ടല്ലേ എൻ്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞത്. അങ്ങനെയല്ല കൂടി ഞാനതൊക്കെ നമ്മൾ ശില്പൻ്റെ ഭർത്താവ് മീൻ പിടിക്കുന്നതല്ല കേട്ടോ കാണാൻ പോയത്. നല്ല അടിപൊളി നമ്മൾ ഞണ്ട് പിടിക്കുന്നു. അതിങ്ങനെ പിടിക്കുന്ന സമയത്തുണ്ട് ഒരാളെ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. ഇവളെ വിചാരം എന്ന് വെച്ചുകൊണ്ട് ഇവർ മുങ്ങിപ്പോകുന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ കഷ്ടപ്പാടെങ്കിലും. ഞാൻ പറഞ്ഞു മീൻ പിടിക്കാനും മീൻ പിടിക്കാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. തിന്നാൻ മാത്രം കഷ്ടപ്പാടില്ലാത്തതെന്ന് വിചാരിക്കുന്നു, അതും കഷ്ടപ്പാടാ തിന്നാനും. ഇവിടെ ഇരുന്നുകൊണ്ട് നോക്ക്, ആ നോക്ക് മോളെ അങ്ങോട്ട് തന്നെ നോക്ക് ചേട്ടാ നോക്ക് എന്ന് പറയാനായിട്ട് അങ്ങോട്ട് നോക്കി കുത്തിരി ചേട്ടാ. അന്നേരം തന്നെ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ ശില്പേൻ്റെ ഭർത്താവ് പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങേണ്ട, കല്ലും വന്ന് സ്ലിപ്പാവുന്നു. അങ്ങനെ ഇറങ്ങിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓല് പറഞ്ഞതിനെ കൊണ്ട് എന്തായാലും സ്ലിപ്പാവില്ല. എന്താ മഞ്ഞ പൂപ്പലൊക്കെ പിടിച്ച് പച്ച പൂപ്പലില്ലേ ഒക്കെ പിടിച്ച് കുത്തിരിക്കുകയാണല്ലോ കല്ല്. അങ്ങനെ ഞണ്ടും കൊണ്ടുണ്ട് ആര് വരുന്നത്, നമ്മൾ ശില്പേൻ്റെ ഭർത്താവ് വരുന്നത്. നല്ല പട്ടയ്ക്കുന്ന ഞണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല മക്കളെ, നമ്മൾ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പം ഞാൻ അവളോട് ചോദിച്ച് അല്ലെങ്കിൽ എനിക്ക് ഞണ്ട് വേണമെന്ന്. ഇല്ല എനിക്ക് വേണ്ട. ഞാൻ ചോദിച്ചാൽ എന്തേനും ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ഓല് പിടിക്കും, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തിന്നണ്ടേ, അതുകൊണ്ട് എനിക്ക് വേണ്ട. അങ്ങനെ കണ്ടില്ലേ ഒരു ചാക്കിന് മാറി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിക്കുള്ളൂ. ഇത് പിടിച്ച് പിന്നെ ഇവരെന്താക്കുന്നുണ്ട് കടലിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഞങ്ങളോട് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ എടുത്തോന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഞങ്ങൾ വീട്ടിലെടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കൂലേ എടുക്കുന്നത്. ഇതാണ് ശില്പൻ്റെ ഭർത്താവ് കേട്ടോ. ഇതാണ് പിടിക്കും ഞണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇതാണ് ഞണ്ട് പിടുത്തം വീഡിയോ. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക. അസ്നോ ഒന്ന് കമൻറ്റ് അടിച്ചാൽ കേട്ടോ. അജു